ഹലോ എവ്രി വൺ, വെൽക്കം ടു ഹാപ്പി ഫ്രെയിംസ്. ഇന്ന് ഹാപ്പി ഫ്രെയിംസിലെ ഒരു കിടുക്കൻ എപ്പിസോഡായിരിക്കും കേട്ടോ. കാരണം എപ്പോഴും നമ്മൾ ചിരിച്ചിരിക്കാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കാറ്. ഞാൻ അങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴും ചിരി എന്ന് എല്ലാവരും പറഞ്ഞത് എനിക്ക് ചിരിച്ചിരിക്കാൻ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ടാണ്. അപ്പോൾ ഇന്നിവിടെ ചിരിയുടെ ഒരു മാലപ്പടക്കം തന്നെയായിരിക്കും. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഇൻ്റർവ്യൂ ഒക്കെ എടുക്കാൻ തുടങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു 3 വ്യക്തികളെയാണ് ഞാൻ ഇന്ന് എൻ്റെ ചാനലിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അത് മാത്രമല്ല, ഭയങ്കര ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ 3 പേരെ ഒരുമിച്ച് എനിക്ക് എൻ്റെ ഫ്ലോറിൽ കൊണ്ടുവരാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ഭാഗ്യം എനിക്കിനി കിട്ടാനില്ല. അപ്പം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ് എൻ്റെ ഇന്നത്തെ ഗസ്റ്റിനെ, നമ്മളുടെ സ്വന്തം ഷൈൻ ചേട്ടൻ, സൗബിക ആൻഡ് ഷെയ്ൻ ചേട്ടൻ. എല്ലാ ആളുകളും പറയുന്നു ഞാൻ എപ്പോഴും റിലീജിയസ് ആയിട്ട്. നീ അണ്ണാക്കടച്ചു പിടിച്ച് സംസാരിക്കണം എന്തിനാ? നിനക്ക് മൂക്കടച്ച് സംസാരിക്കാൻ സംസാരിക്കും. എനിക്ക് തോന്നുന്ന കാര്യം കാരണം നമ്മളെല്ലാവരും ടീമാണ്. നമ്മളൊക്കെ തമിഴിൽ ഇന്ന് ചെയ്യാൻ പോവാണ്. എന്റെ തമിഴില് പുതിയൊരു സിനിമ വരുന്നുണ്ട്. എന്നാ 24,000 കോടിയാ എന്താ പ്ലീസ്. ആ മൂടൊക്കെ പിടിച്ച് നമുക്ക് അങ്ങോട്ട് ഒരു പവറാക്കാം. മുതലെടുക്കണേ സജി. എന്റെ പൊന്നുമോളെ എന്റെ ടോണാ, ഞാൻ മുതുക്ക കൊച്ചു പെണ്ണാണ് മുതുക്ക. ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവള് ചോദിക്കട്ടെ, ദർശന ദർശന പിന്നെ എന്താണ് നീ മുടി കെട്ടി വെക്കാൻ പാടില്ല. കെട്ടിവെക്കാണ്ട് പിന്നെ എന്താണ് നീ അളിച്ചിട്. അശ്വന്ത്, അപ്പൊ ഞാൻ എന്താ സീരിയസ് ആയിട്ട് ഞാൻ പറ സിദ്ധി. എന്നിട്ട് മറ്റേ പെട്ടെന്ന് എങ്ങനെയുണ്ട് ഞാനിപ്പോ പഠിച്ചതാണ്. അപ്പൊ സിദ്ദിഖും ഇവനും കൂടെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ഇപ്പൊ ഞാൻ വന്നത്. അപ്പം 8 വർഷമായിട്ട് ഇപ്പൊ മിമിക്രി ഫീൽഡിൽ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഞാൻ വിളിച്ചിട്ടല്ലേ വന്നത്. നമസ്കാരം. ഇതെന്താ എല്ലാരും ഇങ്ങനെ സീരിയസ് ആയിട്ടിരിക്കണം? ഞാൻ ഇത്രയും മൂപ്പര് വന്ന പോലെ എന്താണ്ടൊക്കെ കാണിക്കണ്ട. എനിക്ക് എന്താണ് എന്ത് കാണിക്കണ നീ വലിയ വർത്താനം പറയണ്ട. കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല ഇവിടെ വന്നിട്ട്. നിങ്ങളെ മൈൻഡ് നിങ്ങളിൽ പറയാ ആ കേസ് പറയണ്ട, മിണ്ടണ്ട. സൗബിന് അറിയോ, ഈ ഭാർഗവി ഞാൻ കാരണമാണ് വൈറലായത്. എന്നിട്ടിപ്പോ എന്നെ മൈൻഡ് ചെയ്യണ. അതാണ് സൗബിക, ഞാൻ ചോദിക്കട്ടെ, ഇവര് തമ്മിൽ നിങ്ങൾ എന്തെങ്കിലും മുതുക്ക കൊച്ചു പെണ്ണാണ് മുതുക്ക. ഇങ്ങനെയല്ല അവള് ചോദിക്കട്ടെ, ചേട്ടാ കുറച്ച് ചിരിച്ചൊക്കെ ഇരിക്കും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ. മോള് ഭയങ്കര ചൂടാണ്. ഇപ്പൊ വേർത്ത് വിളിച്ച് ഇങ്ങോട്ട് കയറി വന്ന അതിപ്പോ ചൂടുകാലല്ലേ, അതുകൊണ്ടല്ലേ ചൂടെടുക്കണം. എന്ത് ചെയ്യാനാ? ചൂടുകാലത്തല്ല, ആർക്കെങ്കിലും തണുപ്പടിക്ക് തന്നെ മോനോളെ ചടി അടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്താണ് മച്ചാനെ അവര് അറിയിക്കട്ടെ, ഈ ലൈറ്റ് എന്താണ് ഇങ്ങനെ അടിച്ചെനിക്കുന്നത്? ഞാൻ കുറെ നേരമായിട്ട് നോക്കണേ. ഞാൻ അടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഇന്നായി പോണേ. അല്ല മച്ചാൻ, ആ യെല്ലോ ടോണില്ലേ, ആ യെല്ലോ ടോണ് കണ്ണിലേക്ക് അടിക്കണം. മച്ചാനെ കിട്ടിയോ? എനിക്ക് കിട്ടിട്ടാ. എനിക്ക് ഗ്രീൻ ടോൺ എനിക്കറിയാൻ പാടില്ല. കുറെ നേരം ഞാൻ അതിന്റെ ഒരു കൊള്ളാടാ, പ്രാണിയൊക്കെ ഒന്നിരിപ്പണ മുകളിൽ കൊള്ളാട്ടെ. കൊച്ചു അത് ഈ ഫ്ലോറിൽ ലൈറ്റ് കൊടുത്തതാണ്. നിങ്ങൾക്ക് അത് മനസ്സിലായില്ലേ ഇത്ര നേരമായിട്ടും? ഞാൻ വേറൊരു കേസിൽ പിടിച്ചു. ഇത്ര സിനിമയിലൊക്കെ അഭിനയിച്ച നിങ്ങൾ ഇത് ഇങ്ങനെ വന്നിരുന്ന് പറയാൻ പാടില്ല കേട്ടോ, മോശമാണ്. ഷെയ്ൻ, പുതിയ പടമൊക്കെ റിലീസ് ആവാൻ പോകണല്ലോ, ഏതൊക്കെയാണ് പുതിയ പടങ്ങള്? പുതിയ പടം കുഴപ്പമൊന്നുമില്ല, 2-3 പടം വരാനുണ്ട്. പടം വരാൻ പോലെ ലിറ്റിൽ ഹാർട്സ്. അതെ, എന്റെ മച്ചാന്റെ ഒരു പടം വരാൻ പോകുന്നുണ്ട്. അതെനിക്ക് എപ്പോഴും ഒരു ഡൗട്ട് ഉണ്ട്. ഈ ഷൈൻ ചേട്ടനെയും ഷെയ്നെ എപ്പോഴും മാറിപ്പോ രണ്ടുപേരെ എല്ലാരും ഷൈൻ ഷൈൻ എന്ന് വിളിക്കാറ്, ഇടയ്ക്ക് മാറി ഷെയ്നെ ഷൈൻ എന്ന് വിളിക്കുന്നുണ്ടല്ലോ. എന്നെ ഷെയ്ൻ എന്നാണ് വിളിക്കേണ്ടത്. രണ്ട് നടന്മാരായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഷെയ്മാണ് ഈ പറഞ്ഞ കാര്യം. ഷെയ്നും ഷെയ്മും മാറിപ്പോണം, എന്താണ് ഇത്? അതൊക്കെ ഞാൻ പറവറ്റൂല് ചാൻസ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടാ? പറവറ്റൂര് മോക്ക് ചാൻസ് വേണോ? അടിപ്പൻ റോളാണ്. ആരുടെ കൂടെ?
കട്ട് ചെയ്ത് എനിക്ക് കൊണ്ടോട്ടെ ഇവരാ ആരുടെ കൂടെ ആയിരിക്കും എനിക്കൊരു ചാൻസ് വരാ? ആരോട് വേണം മച്ചാനൊരു കേസേ പറയട്ടെ. ഷെയ്ന് നിങ്ങൾ രണ്ടുപേരും പ്രായത്തില് ഭയങ്കര മുകളിലാണ്. ഞാനും പാർവതി എന്ന് പറയുമ്പോ ഒരു സിംഗാണ്. കുഴപ്പമില്ല അല്ലേ? സെറ്റ് അല്ലേ? നീലവേ കനവിനഴകെ ആ മൂടൊക്കെ പിടിച്ച് നമുക്ക് അങ്ങോട്ട് അല്ല അത് പക്ഷെ അത് ആർഡിഎക്സിലെ പാട്ടല്ലേ? അത് ഞാൻ അഭിനയിച്ച അപ്പൊ അതേ ഒരു മൂഡിൽ നമുക്ക് പോവാം. ഇവരുടെ ഒപ്പം ഒക്കെ ആണെങ്കിൽ പറ്റോ? ഇയാളുടെ ഒക്കെ ഒപ്പം ആണെങ്കിൽ ലോകത്ത് തോൽവിയായിരിക്കും. ഞങ്ങളുടെ കൂടി എന്താ പ്രശ്നം എന്താ? ആ കൊച്ചിനെ കുറച്ച് ഭ്രാന്ത് പിടിക്കും, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു നീയാണ് ഹീറോ. പറവ 2-ല് എനിക്ക് പ്രാവിനെ പറത്താൻ അവസരം തന്നെ. 2 പ്രാവിന് 2 കൈ ഇങ്ങനെ പറത്തിവിടാനുള്ള സാധനം തരും. താനില്ല തന്നെ നിങ്ങളുടെ ഫൈറ്റ് ഓൾറെഡി പറവ 1-ല് കണ്ടാണല്ലോ. എന്ത് 1-ല് നിങ്ങൾ രണ്ടുപേരും പറത്തുന്നു. ഞങ്ങളുടെ ഒരു സൗഹൃദ ഫൈറ്റ് ആയിരുന്നു. ഇനി അടുത്തൊരു ഫ്രണ്ട്ഷിപ്പ് ഫൈറ്റ് ഉണ്ടല്ലേ? പക്ഷെ നമ്മള് ലിറ്റിൽ കാർഡ്സിൽ നമ്മള് പൊളിക്കും. അത് നല്ലൊരു പരിപാടിയായിരിക്കും. അതെ അതെ, അത് വേറൊരു പരിപാടിയാണ്. ഞാൻ എന്തായാലും പറഞ്ഞോട്ടെ. അപ്പോൾ അടുത്ത മഞ്ഞുമൽ ബോയ്സിന്റെ വലിയൊരു വിജയത്തിന് ശേഷം ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട ടൊവിനോയായിട്ട് നടികർ വരുന്നുണ്ട്. അപ്പോൾ പറയട്ടെ എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണണം. എൻ്റെ അടുത്ത 100 കോടി സിനിമയായിരിക്കും. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടാൽ മതി. അപ്പം ആദ്യം നടികർ കാണണം. നമ്മുടെ ഫുൾ ടീം ഉണ്ടാ. മഞ്ഞുമുല്ല കംപ്ലീറ്റ് പിള്ളേരുണ്ട്. നമ്മളെ മാത്രം വിളിച്ചില്ല. നീ മഞ്ഞുമുലുണ്ടായിരുന്ന പണ്ട് നമ്മളെ പറവ കഴിഞ്ഞിട്ട് ഉപേക്ഷിക്കാനുള്ള എങ്ങനെ ഉപേക്ഷിക്കാണ്ടിരിക്കും? ഇതിനെ പിന്നെ സഹിക്കാം. ഇവൻ ക്യാമറ ഓൺ ആവുമ്പോ മാറും. ക്യാമറ ഓൺ ആവുമ്പോ മാറണ്ടേ? നമ്മള് ക്യാമറ ഓണാക്കിയ ക്യാരക്ടറായിട്ട് ഇങ്ങനെ മിന്നി മറിയാലോ. അത്രേ ഉള്ളൂ. ഞാൻ ഒരു കേസ് പറയട്ടെ. എന്റെ എല്ലാ പടത്തിലും ഞാൻ കൊടുക്കുന്ന എക്സ്പ്രഷൻ ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റില്ല. ഞാൻ കാണിച്ചുതരാം. ഒരു മിനിറ്റ് ഞാൻ കാണിച്ചുതരാം. ഇപ്പൊ നോക്കി ഈ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സാധനം വനിതയില് ഒരാളില്ലേ ആറാട്ടണ്ണൻ തെറി പറയൂട്ടാ അയാളെയൊക്കെ പറഞ്ഞു. പിന്നെന്താണ് ഞാൻ പോണേ. ഞാൻ ഇന്റർവ്യൂ ചെയ്ത് പോട്ടാ പക്ഷെ സൗബിക്ക എനിക്ക് ഇപ്പൊ സന്തോഷമായി. കാരണം നടികറിന്റെ പ്രൊമോഷൻ എടുത്തു കഴിഞ്ഞോളൂ സൗബിക്കനെ മാത്രം ഇന്റർവ്യൂ ചെയ്യാൻ പറ്റില്ല. ടോവിന ഉണ്ടായിരുന്നു, ഭാവന ചേച്ചി ഉണ്ടായിരുന്നു. വേറൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഈ ഇരിക്കണ ഇവിടില്ലേ, ഇവളെനിക്ക് എന്നും മെസ്സേജ് കൂടാ സൗബിക്ക ഹായ്. അത് മാത്രല്ല, രാവിലെ ഗുഡ് മോർണിംഗ് മറ്റേ കൊക്ക് മറ്റേ താമരപ്പൂ കണ്ടുപിടിച്ചോണ്ടിരിക്കണം അത് അയക്കും. പിന്നെ രാത്രി കിടക്കാനത്ത് ഗുഡ് നൈറ്റിന് കൂടെ മറ്റേ കട്ടില് ലൈറ്റ് ഓഫ് ആക്കണം. ഇതൊക്കെ വെച്ചേ അയച്ചോട്ടെ, അതിന് പ്രശ്നമില്ല. സൗബിക്ക നാളെ ഫ്രീ ആണോ? ഇത് ഇന്നലെ അയച്ച മെസ്സേജ്. ഇന്ന് രാത്രി ഇവിടെ മെസ്സേജ് അയക്കും. അല്ലെങ്കിൽ മിനിഞ്ഞാൽ രാത്രി അയച്ച മെസ്സേജ് ആയിരിക്കും. അറിയാം എന്ന് കാണാൻ പറ്റും, ഞാൻ എന്ന് വരാൻ പറ്റും. ഇങ്ങനെയൊക്കെ മെസ്സേജ്. അത് നീ പറഞ്ഞില്ലല്ലോ. എന്റെ വൈഫ് കാണുമ്പോ എന്ത് വിചാരിക്കും? ഒന്ന് ഓർത്ത് നോക്കണം. എന്ത് വിചാരിക്കും? ഒരു കാര്യം ചെയ്യ്, എനിക്ക് അയച്ചോ, നമുക്ക് ആ സീനില്ല. എനിക്ക് മെസ്സേജ് ഇതുവരെ എനിക്ക് ഇല്ല, എന്നോട് എല്ലാരും സ്വന്തമായിട്ട് ചാനൽ തുടങ്ങിയിട്ട് പോലും ഫസ്റ്റ് ഇന്റർവ്യൂ വേറെ ആൾക്കാരൊക്കെ വിളിച്ചു കേൾക്കണം. നമ്മള് എത്ര തവണ ഞാൻ വിളിച്ചു ഷൈൻ ചേട്ടനെ, എത്ര തവണ വിളിച്ചു. നമ്മള് സിനിമ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായ തിരക്കുകളുണ്ടാവും. നിങ്ങള് തമ്മിലുള്ളൊരു കൊറേ നേരമായിരുന്നല്ലേ? സൂപ്പർ, താങ്ക് യു. അപ്പൊ ഇത്ര നേരം നമ്മളുടെ കൂടെ ഉണ്ടായത് ഷൈൻ ചേട്ടൻ, സൗബിക്ക ആൻഡ് ഷെയ്ൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ ഇപ്പോ ശരിക്കും എന്റെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം മഹേഷ് ചേട്ടൻ, അശ്വന്ത് ഏട്ടൻ ആൻഡ് സിദ്ദിഖ. യെസ്. അപ്പൊ ഇവര് 3 പേരെയും ഒന്നിച്ച് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. കാരണം ഒറ്റയ്ക്ക് ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നിച്ചുള്ളത് ആദ്യമായിട്ടാണ് അല്ലേ? ഒരുമിച്ച് സ്റ്റേജിൽ അങ്ങനെ ഒരുമിച്ച് ഞാൻ അതിനൊരു നിമിത്തമായിരുന്നു. നമ്മള് കുറെ നാളായിട്ട് അറിയുന്ന ആൾക്കാരാണെങ്കിലും പക്ഷെ ഒരുമിച്ച് ഇങ്ങനെ വന്നത് അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് നമുക്ക് പാർവതി. യെസ്. അല്ല, ഞാനിപ്പോ ലാസ്റ്റ് ഫ്ലവേഴ്സിൽ ചെയ്തപ്പോഴാണ് പിന്നെ രണ്ടുപേരെയും ഷോ ഒക്കെ ഞാൻ കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് അശ്വന്ത് ഏട്ടനെ പിന്നെ എന്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഞാൻ ചില ഷോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അശ്വന്ത് ഇവിടെ ഇല്ലല്ലോ. അശ്വന്ത് ദിലീപേണ്ട ഒക്കെ കൂടെ അതിലേക്ക് വരാം നമുക്ക്. അശ്വന്ത് ഏട്ടൻ നടക്കുന്നതിന് ചുമ്മാ ഇരിക്കണമെന്നേ ഉള്ളൂ. അല്ല, നിങ്ങളുടെ എനിക്ക് തോന്നുന്നു കഥകളൊക്കെ ഓൾമോസ്റ്റ് കുറെ പേർക്ക് അറിയാം. എങ്ങനെ അപ്പൊ നമുക്ക് ആദ്യം തന്നെ അശ്വന്ത് ഏട്ടനോട് ചോദിക്കാം അല്ലേ? അശ്വന്ത് ഏട്ടാ പറ, എങ്ങനെയായിരുന്നു ഈ ഒരു മിമിക്രി ഇതിലേക്ക് വന്നത്? എത്തിയത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്ന് അങ്ങോട്ടുണ്ട്. നല്ല മാർക്ക് കിട്ടി പാസ്സായതുകൊണ്ട് പ്ലസ് 1 അതാ പറഞ്ഞു. 8ാം ക്ലാസ് വെച്ച് 8, 9, 10 വരെ മിമിക്രി ചെയ്തു. പ്ലസ് 1, പ്ലസ് 2, 10ാം ക്ലാസ് നല്ല മാർക്ക് കുറവായിരുന്നു. അപ്പോൾ പ്ലസ് 1, പ്ലസ് 2 പഠിക്കണം എന്നുള്ള തീരുമാനം എടുത്ത് ആ സ്കൂളിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായിട്ട് ഏറ്റവും കൂടുതൽ മാർക്കോടുകൂടി ഞാൻ പാസ്സായിട്ട് ഇറങ്ങി. പിന്നെ കോളേജിലെത്തി. സത്യം പറഞ്ഞാൽ ബെസേലിയസ് കോളേജിലാണ് കരിയർ മാറുന്നത്. ബെസേലിയസ് കോളേജിൽ വെച്ച് ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുമ്പോൾ യൂണിവേഴ്സിറ്റി കളക്ടേഴ്സിന് പ്രൈസ് അടിച്ചു.
രണ്ടാം വർഷം സിദ്ദിഖിന് കിട്ടി. നമ്മൾ ഒരുമിച്ച് ഞങ്ങളൊരു 8 വർഷത്തെ പരിചയമുണ്ട് ഞാൻ സിദ്ദിഖും തമ്മിൽ. ഓക്കെ. അപ്പം അങ്ങനെയാണ് മിമിക്രിയിലേക്ക് എത്തിയത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സന്ദീപ് എന്ന് പറഞ്ഞ, അവനാണ് എന്നെ മിമിക്രിയിൽ ഇങ്ങനെ മൗൾഡ് ചെയ്ത് കൊണ്ടുവന്നത്. ഏറ്റവും നല്ലൊരു ആർട്ടിസ്റ്റ്. അങ്ങനെ ഇപ്പൊ എത്തി ഞാനിപ്പോ ഇങ്ങനെ പാർവതിയുടെ മുന്നിലെത്തി. സിനിമയുടെ കഥ പറ. സിനിമയുടെ കഥ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സിനിമാ നടനാണ് നമ്മളിപ്പോ ഇന്റർവ്യൂ ചെയ്തത്. ഞങ്ങളുടെ നടക്കിരിക്കുന്നത്. പ്രൗഡ് ഓഫ് യുടാ. അങ്ങനല്ല, ഇപ്പൊ ഞാൻ ഈ ഫസ്റ്റ് ടൈമാണ് മിമിക്രി എന്റെ ഇന്റർവ്യൂവിന്റെ ഇതായിട്ട് വിളിക്കുന്നത്. അത് ഇവിടെ ഈ ഇപ്പൊ ക്യാമറയുടെ മുന്നിൽ ഇരിക്കാനുള്ള കാരണം ഇവനാണ്, സിദ്ദിഖാണ്. കാരണം അല്ല, ഞാൻ തമാശ പറഞ്ഞല്ല, ഞാൻ വേറെ ഒന്ന് ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്, പോയിട്ടില്ല. കാരണം അങ്ങനെ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ സിദ്ദിഖും ഇവനും കൂടെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ഇപ്പൊ ഞാൻ വന്നത്. അപ്പം 8 വർഷമായിട്ട് ഇപ്പൊ മിമിക്രി ഫീൽഡിൽ ആക്റ്റീവായിട്ട് ഞാൻ വിളിച്ചിട്ടല്ലേ വന്നത്. ആദ്യമായിട്ട് സിദ്ദിഖ് വിളിച്ചു, അപ്പൊ ഞാൻ ആലോചിച്ചു, പാർവതി വിളിച്ചു, അപ്പൊ എപ്പോഴും അവന്റെ അടുത്ത് പറയാറുണ്ട്, പിടിയേരില്ല അവൻ. ഇതിനു മുമ്പും കുറച്ച് സാധനം. ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആളല്ല. എനിക്ക് അങ്ങനെ FBIDയും സംഭവമൊന്നുമില്ല. ഞാൻ ഇൻസ്റ്റ ആണെങ്കിലും എൻ്റെ സിസ്റ്റർ ഉണ്ട്, അവൾ മിമിക്രി ആർട്ടിസ്റ്റ്. അപ്പൊ അവളാണ് കൂടുതലും കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. അപ്പം പിന്നീട് ഇങ്ങനെ ഒരു പടത്തിന്റെ ട്രാക്കിലേക്കൊക്കെ പോയി. നാദർഷിക്ക, ഇവൻ ചിരിക്കും ഞാൻ പറയുമ്പോൾ, നാദർഷിക്ക എന്ന് പറയുമ്പോൾ നാദർഷിക്കയാണ് വേഷം തന്നത്. ഞാനൊരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ചോദിച്ചാണ്. അപ്പം അഭിനയിക്കാൻ പറഞ്ഞു. അങ്ങനെ അർജുന അശോകൻ ചേട്ടന്റെ ഓപ്പോസിറ്റ് ഫൈറ്റ് സീക്വൻസ് കിട്ടിയ മിമിക്രിക്കാരെ പോലെ മറ്റേ കോമഡി സാധനം കിട്ടലെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അത് ദൈവാനുഗ്രഹത്തിൽ ഗംഭീര വിജയമാവട്ടെ അല്ലേ? അപ്പൊ ഒരു വില്ലനായിട്ടൊക്കെയാണോ? നെഗറ്റീവ് ഷെയ്ഡാണ്. ഈ മുഖം കണ്ടിട്ട് നെഗറ്റീവ് ചോദിക്കും എന്റെ അടുത്ത്. എന്തായാലും അടിപൊളിയാവട്ടെ. അതെ അതെ. ഇനി നിങ്ങൾ എങ്ങനെയാ സിനിമ ഒക്കെ ട്രാക്ക്? ആരാ? നമ്മള് പാവല്ലേ മഹേഷ്. പറ മഹേഷ് ചേട്ടാ. മഹേഷിന് ഒരുപാട് വിശേഷങ്ങളുണ്ട്. മഹേഷിന്റെ വിശേഷം കഴിഞ്ഞിട്ട് എന്തെങ്കിലും വരാം. അതെ, പറ പുതിയ വിശേഷങ്ങള് മഹേഷ്. എനിക്കെന്താണ്, ഞാനിപ്പോ ഒരു വലിയൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഇപ്പൊ സ്റ്റേജിൽ സജീവമായി വരുന്നു. പിന്നെ കുറെ സിനിമകൾ ഡബ് ചെയ്യാൻ പറ്റി. കുറെ എല്ലാവർക്കും അറിയാലോ, ഇപ്പം ആരും മരിച്ചാലും ആരുടെ എന്താ പറയാ, ആരുടെ അഭാവത്തിലൊക്കെ എന്നെ വിളിക്കും ഡബ് ചെയ്യാൻ പറഞ്ഞിട്ട്. ഈ അടുത്ത് മറ്റേ പടത്തിൽ തന്നെ പേര് ഞാൻ മറന്നില്ല, അന്വേഷണ ലാസ്റ്റ് നമ്മുടെ ഹരീഷ് പേങ്ങൻ ചേട്ടന് വേണ്ടി. അത് ഇവിടെ നിന്ന് കൊറേ കഥ അത് മഹേഷ് ഒന്നും പറയുന്നില്ല. ഇപ്പോഴാണ് ഇരുന്ന് ഓരോരോ കാര്യങ്ങൾ പറയുന്നത്. ഇനി 2-3 സിനിമകൾ ഇറങ്ങാനുണ്ട്, അതിനു വേണ്ടി വെയിറ്റിംഗ് ആണ്. അതൊക്കെയാണ് എന്റെ മെയിൻ വിശേഷങ്ങൾ. ഓക്കെ, ഇനി സിദ്ദിഖാണ്. എന്റെ വിശേഷങ്ങൾ ഇതുപോലെയൊക്കെ തന്നെയാണ്. നമ്മള് ഡബിങ്ങിലൊക്കെ കുറെ കാര്യങ്ങളായതുകൊണ്ട് നമ്മളെ ചെയ്തതെന്ന് ഇത് പറഞ്ഞ പോലെ, മഹേഷിന്റെ പറഞ്ഞ പോലെ ആർക്കും അറിയില്ല. ഒരു വലിയൊരു കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഷാറൂഖ് ഖാൻ സാറിന്റെ ബ്രഹ്മാസ്ത്ര മലയാളം ഹോട്ട്സ്റ്റാറിൽ കിടക്കുന്ന ഡബ് ചെയ്തേക്കുന്നത് ഞാനാ. അതിലെ മഹേഷ് ഡബ് ചെയ്തിട്ടുണ്ട്. മഹേഷ് നാഗാർജുന, ഞാനും ഷാറൂഖ് ഖാൻ ഞാനാ ഡബ് ചെയ്തേക്കുന്നത്. ഇതിപ്പോ ഞാൻ പറഞ്ഞപ്പോഴല്ലേ അറിയുന്നത്. നിങ്ങൾ കുറച്ചുകൂടി സെൽഫ് പ്രൊമോഷൻ നടത്തേണ്ടിയിരിക്കുന്നു. അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ഒന്ന് ആളുകളെ സോഷ്യൽ മീഡിയ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ചോദിക്കാറുണ്ട് ചിലർ. പിന്നെ അതുപോലെ ചില ആക്ടേഴ്സിന്റെ ഒക്കെ കുറെ ട്രാക്കുകൾ ഡബ് ചെയ്യും. ഇപ്പൊ ഞാൻ മഹേഷ് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷെയ്ൻ നിഗത്തിന്റെ RDXൽ ഞാൻ ട്രാക്ക് ഫുൾ ഞാൻ ആദ്യം ഡബ് ചെയ്തത് ഷെയ്ന്. പിന്നെ സണ്ണി ചേട്ടന് വേണ്ടിയിട്ട് കുറെ പടം ഡബ് ചെയ്യാറുണ്ട്. അങ്ങനെ കുറെ തരം. പക്ഷെ ട്രാക്കുകൾ ആയതുകൊണ്ട് നമുക്കത് പുറത്ത് പറയാം, കാരണം യൂസ് ചെയ്യുന്നില്ലല്ലോ, അവർക്ക് വേണ്ടി റെഫറൻസിന് വേണ്ടിയിട്ട്. സൗബിക്ക് ഒരു 10 പടത്തിനടുത്ത് ഞാനും ഡബ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് അർജുന അശോകൻ ചേട്ടൻ അൺബോർഡ് മണി ഞാൻ ട്രാക്ക് ഡബ് ചെയ്തത്. സൗബിന്റെ ഒറിജിനൽ 2 പടത്തില് അശ്വന്ത് ഡബ് ചെയ്തിട്ടുണ്ട്, വികൃതി. പക്ഷെ ഇതെല്ലാം നമ്മള് ഡബിങ് ആർട്ടിസ്റ്റുകൾ ആയതുകൊണ്ട് നമ്മളുടെ ഫേസ് വരുന്നില്ലല്ലോ, അതുകൊണ്ട് ഇത് ആരാണെന്ന് അറിയാൻ പറ്റുന്നില്ല. പിന്നെ സിനിമയുടെ കാര്യം പറഞ്ഞ, ഒരു വലിയ സിനിമയുടെ ഭാഗമാവാൻ ഇരുന്നിട്ട് അത് മുടങ്ങിപ്പോയി കുറച്ച് സങ്കടങ്ങളിലൊക്കെ ഞാൻ ഇരുന്നിട്ട് വീണ്ടും തിരിച്ച് ഇതിൽ വന്നത്. അതുകൊണ്ടാണ് ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് ഒരു കോമൺ ഫാക്ടറാണ്. മഹേഷിനായാലും എനിക്കായാലും സിദ്ദിഖിനായാലും ഞങ്ങൾ നല്ലൊരു കുറെ നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങളെല്ലാവരും തിരിച്ചു വന്ന ടൈമാണ്. എല്ലാവർക്കും ഒരു ഗ്യാപ്പ് എടുക്കേണ്ട വന്നായിരുന്നു. കാരണം ഞാൻ ഡയറക്ടറിന്റെ പേര് പറയുന്നില്ല, ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു ഡയറക്ടർ തന്നെയാണ്. മലയാളത്തിന്റെ വലിയ ഡയറക്ടറാണ് അദ്ദേഹത്തിന്റെ. ലാൽ സാർ, നമ്മുടെ ലാലേട്ടന്റെ കൂടെ ഉള്ള ഒരു പടത്തില് ഒരു ഗംഭീര വേഷം കിട്ടിയതാണ് ലാൽ സാറിന്റെ കൂടെ. അപ്പൊ അതിലൊരു പുതുമുഖമായിരിക്കണം വരേണ്ടതെന്നുള്ളത് കൊണ്ട് ഞാൻ ഈ മിമിക്രി സംഭവങ്ങൾ ഇതെല്ലാം മാറ്റി വെച്ച് നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാറ്. ഒരു 4-5 വർഷം ഞാൻ വെയിറ്റ് ചെയ്തു. പക്ഷെ നമ്മുടെ ടൈം ആയിട്ടില്ല. സാറിന്റെ കുഴപ്പമില്ല, അത് പടം നടക്കണ്ടേ, ഇതെല്ലാം കൂടെ ഒക്കെ ഒരുമിച്ച്. അപ്പൊ പിന്നെ ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായപ്പോഴാണ് വീണ്ടും നമ്മള് മിമിക്രിയും കാര്യങ്ങളൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഈശ്വരാ, അത് വേഗം സെറ്റ് ആവട്ടെ. എല്ലാം ശരിയോ? അതെല്ലാം ഈ ഗ്യാപ്പ് വരുമ്പോഴേക്കും ഡൗൺ ആയോ? ഡൗൺ ഒന്നുമല്ല, നമ്മൾ കുറെ സംഭവങ്ങൾ
ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കും. ആ ഇപ്പൊ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരിക്കും. പക്ഷെ നമ്മളത് പയ്യെ പയ്യെ നമ്മൾ തന്നെ അത് റിക്കവറായിട്ട് വേറെ കാര്യങ്ങളിലേക്ക് നമ്മൾ ആർട്ടിസ്റ്റുകളല്ലേ. മഹേഷ് ആയാലും ഇപ്പൊ എൻ്റെ അടുത്തിരിക്കുന്ന മഹേഷ്, അശ്വന്ത് ആയാലും ഞാനായാലും എല്ലാവർക്കും അതുപോലത്തെ ഓരോ അനുഭവങ്ങൾ ഉണ്ടാവും. അതെ അതിനാണ് നമ്മളെല്ലാവരും കലാകാരന്മാരെല്ലാവരും അങ്ങനെയാണ് എസ്പെഷ്യലി എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ. അല്ല ഇപ്പൊ ഡബിങ്ങിന്റെ ഞാനിപ്പോ മഹേഷിനോട് പറയും മലയക്കോട്ട വാലിബനില് ഒരു ക്യാരക്ടറിനെ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി. അത് നിങ്ങൾ ഇപ്പോഴാണ് പക്ഷെ എനിക്ക് അറിയാം, ഞാൻ വന്നപ്പോ തന്നെ ചോദിച്ചു. വേറൊരു കാര്യം ഇപ്പൊ പറയാം, മലയക്കോട്ട പോലെ എനിക്ക് ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട്. ലാലേട്ടന്റെ രാക്ക് പാട്ടുണ്ടല്ലോ, രാക്ക്, അത് ആദ്യം ലാലേട്ടന് വേണ്ടി ട്രാക്ക് പാടിയേക്കുന്നത് ഞാനാണ്. ഓ നമ്മൾ രണ്ടുപേരും ഉണ്ടാവും. അപ്പൊ അതില് ജമന്തി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഞാനായിരുന്നു ഡബ് ചെയ്തത്. അപ്പൊ ആ സമയത്ത് ചെല്ലുമ്പോഴാണ് ഡബിങ് ആർട്ടിസ്റ്റുകളുടെ ഒരു വാല്യൂ എന്താന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കിയത്. ഞാൻ ആ പടം കഴിഞ്ഞ് ഇറങ്ങി എന്നോട് എല്ലാരും ചോദിച്ചപ്പോ ഞാൻ അപ്പോഴത്, കാരണം ചെറിയൊരു ബ്രത്തിന് പോലെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത്. ഇപ്പൊ മഹേഷിനൊക്കെ അറിയാം, മഹേഷായാലും അശ്വന്ത് നമ്മളൊക്കെ ഡബ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ക്യാരക്ടറിനെ വെറുതെ ശബ്ദം മാത്രമല്ല നമ്മൾ അവിടെ അഭിനയിക്കണം. അവര് ചെയ്ത സാധനം നമ്മൾ സ്റ്റുഡിയോയുടെ അകത്ത് നിന്ന് അഭിനയിച്ചാലാണ് ആ ഇമോഷൻസും ആ മോഡുലേഷനും സാധനങ്ങളൊക്കെ വരുന്നത്. ഡബിംഗ് എന്ന് പറഞ്ഞാൽ വോയിസ് ആക്ടിംഗ് എന്നാണ് അതിന്റെ നമ്മളവിടെ കരയണം, ചിരിക്കണം, ദേഷ്യപ്പെടണം എല്ലാം. പക്ഷെ ഇമിറ്റേറ്റ് ചെയ്ത് ഡബ് ചെയ്യുമ്പോൾ വേറൊരു രീതിയാണ്. അത് നമുക്ക് ഒരിക്കലും നമ്മുടെ ഓൺ വോയിസിൽ ഡബ് ചെയ്യുന്ന പോലെയല്ല. കാരണം എഫേർട്ട് ഇച്ചിരി കൂടുതലായിരിക്കും. കാരണം സ്ക്രീനിൽ കാണുന്ന ആള് എന്നാ ഇച്ചിരി ഹെവി ആയിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ വോയിസ് ആക്കിയിട്ട് വേണം നമുക്ക് ഡബ്. അതിന്റെ ഒരു ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞങ്ങൾ രണ്ടുപേരും നമ്മുടെ GVM സാറിന്റെ, ഗൗതം വാസുദേവ മേനോൻ സാറിന്റെ ഇറങ്ങാത്തൊരു പടമുണ്ട്. ധ്രുവ നക്ഷത്രം എന്ന് പറഞ്ഞ പടത്തില് ഞാനും മഹേഷും വിനായകൻ ചേട്ടന് വേണ്ടിയിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പോ അവിടെ വെച്ച് നമുക്ക് ഉണ്ടാവുന്ന വെച്ചാൽ ഗൗതം സാറിനായാലും നമ്മളിങ്ങനെ വേറൊരാളുടെ ഇത് പിടിക്കുന്നു എന്നിട്ട് ചെയ്യുന്നു. അപ്പൊ പോവാൻ നേരത്തായാലും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. അടഞ്ഞ ശബ്ദമാണല്ലോ പുള്ളിയുടെ. ഓരോരുത്തരുടെ മുമ്പിൽ ചെല്ലുമ്പോ അവര് ഇനിയിപ്പൊ ഇവനൊക്കെ എന്നെ അഭിനയിക്കാൻ ഞങ്ങള് മിമിക്രി ആർട്ടിസ്റ്റുകൾ ഇപ്പൊ ആരുടെ മുന്നിൽ ചെന്നാലും ഞങ്ങൾ അറിയാതെ തന്നെ ആളുടെ ഒബ്സർവ് ആയി പോകും. അങ്ങനെയാണ്. ഇപ്പൊ ഞാനിപ്പോ ചെയ്യുന്ന ഇപ്പൊ ഒരു ആക്ടറിന്റെ വോയിസ് ആണെങ്കിൽ കൂടുതൽ അപ്ഡേറ്റ് ആവുന്നത് അവരെ നേരിട്ട് കാണുമ്പോഴാണ്. അപ്പൊ അവരുടെ മാനർസങ്ങൾ കൂടുതലൊക്കെ ക്യാച്ച് ചെയ്യാനും അതുവഴി ശബ്ദം അതിലെന്തെങ്കിലും മാറ്റം കൊണ്ടുവരാനൊക്കെ സാധിക്കും. എന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇടയ്ക്ക് തോന്നാറില്ല, എന്റെ മദറിന് ഉള്ളൊരു ടാലന്റ് ഉണ്ട്. ആൾക്കൊരു 10 മിനിറ്റ് ആളുടെ അടുത്ത് ആരെങ്കിലും ഇരുന്ന് സംസാരിച്ചാൽ അപ്പൊ പിടിക്കും. വോയിസ് അല്ല, അപ്പൊ പിടിക്കൂടാ. പിന്നെ സംസാരിക്കുന്ന ശൈലിയൊക്കെ പഠിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അതിൽ നിന്ന് നമുക്ക് വന്നതായിരിക്കാം. ഞാൻ കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ സാറുമാരൊക്കെ അനുകരിക്കുമായിരുന്നു. ഞാൻ മഹാരാജ് കോളേജിലാണ് പഠിച്ചത്. അപ്പൊ ആ സമയത്ത് നമ്മൾ മിമിക്രിക്കാരെ ഒരു കാരണം നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണല്ലോ. ഇനി അല്ല ഇപ്പൊ ബാലചേട്ടൻ നമുക്കൊരു സാധനം ചെയ്താലോ ചെറുതായിട്ട്? ഇപ്പൊ ചെയ്യാം. കേറാൻ പറ്റുമോ വേറെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിന്റെ? വിനീതേട്ടന്റെ പടമാണല്ലോ ഹൃദയം. വേറെ ഏതെങ്കിലും നീ ചെയ്തു തുടങ്ങിയ ഞാൻ എവിടെയെങ്കിലും കേറി രണ്ടുപേരും ഏതെങ്കിലും ഒരു ഇതായിട്ട് കേറിക്കോ. നേരത്തെ വിനീത് ഇവിടെ പറഞ്ഞല്ലോ. വിനീതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ഒരു സിനിമയുണ്ട്, ഹൃദയം സിനിമ. അതിലെ ഡയലോഗ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കും. വളരെ വളരെ നല്ല ഡയലോഗ്, വളരെ ഇഷ്ടപ്പെട്ട്. വളരെ അതിൽ ആ പ്രണവ് പറയുന്നില്ലേ, ഏത് ഡയലോഗാണ്? ദർശന ദർശനോ ദർശന ഞാൻ കഴിഞ്ഞ ദിവസം വിനായകൻ ദർശനമല്ല, ദർശന. ദർശന പിന്നെ എന്താണ്? നീ മുടി കെട്ടി വെക്കാൻ പാടില്ല. കെട്ടിവെക്കാണ്ട് പിന്നെ എന്താണ്? നീ അലിച്ചിട്ട് എന്റെ മുന്നേറ്റം അങ്ങനെയൊക്കെ ചെയ്യണം. നീ അലിച്ചിട്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു. ആണോ? അത് വിനായകൻ ചേട്ടൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരു അറിവ് കെട്ട മുണ്ട ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. അല്ല ബാലയിലെ സിനിമകളില് ഞാൻ ബാലയിലെ കണ്ടു വളർന്ന ഒരു വല്ലാത്തൊരു വ്യവസായപരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒട്ടും ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ്. അല്ല വിനയ്, ലാജിക്
ലോജിക് അല്ല, ഞാനൊരു വളരെ ലാജിക് നമ്മുടെ പറയില്ല, തെറ്റ് ഞാൻ പറയില്ല. ലാജ് നടിക്കുന്നത്. ദേഹത്തോട് സംസാരിക്കരുത്. I need my space. I need my space. എനിക്ക് നിന്നോട് പറയാനുള്ള കാര്യം ഒരു കാര്യം ഇത് ഞാൻ ഒന്ന് പറഞ്ഞത്, ഇവ ഏത് സിനിമയിൽ അഭിനയിക്കുമ്പോൾ വിനായക് ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ട്? ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് ഇവന് ഒറ്റ ഭാവമുള്ളൂ. ഏത് ഭാവം? ഇങ്ങനെ ഒരു ഭാവമുണ്ട്. അമ്മ എന്ന് പറഞ്ഞ പോലെ ഇവൻ അമ്മ എന്ന് പറയുമ്പോൾ നിന്റെ ഭാവം കാണിച്ച വിനായക് കണ്ട ഈ ഒരു ഭാവം ഇവന്. എടാ അഭിനയിക്കുമ്പോ മെത്തേഡ് ആക്ടിങ് മാത്രമല്ല, ഒരു ഞങ്ങൾ ഡ്രാമ ഒക്കെ പഠിച്ച ആൾക്കാരാണ്. നീ ഡ്രാമ പഠിച്ചിട്ടുള്ള അതിന്റെ ഒരു ഗുണം. മോന്റെ പുതിയ സിനിമ ഉണ്ടായിരുന്നു, ആട്ടം സിനിമ. ഗംഭീരം അല്ലേ? നല്ല ആക്ടിങ് ആയിരുന്നു കേട്ടോ. മാറ്റിക്കോളൂ, നമുക്കൊന്ന് ചിരിക്കാം. നമ്മളെല്ലാവരും ടീമാണ്, നമ്മളൊക്കെ തമിഴിൽ ഇനി ചെയ്യാൻ പോണ്. എന്റെ തമിഴിൽ പുതിയൊരു സിനിമ വരുന്നുണ്ട്. 24,000 കോടി. എത്ര? അല്ല, അത് വലിയ 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 ബിഗ് ബഡ്ജറ്റിലുള്ള ഒരു സിനിമയാണ്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ തന്നെ അതില് ആക്ട് ചെയ്യാൻ പോകുന്നു, ഞാൻ തന്നെ ഡയറക്ട് ചെയ്യാൻ. പടത്തിന്റെ പേര് ചോദിക്ക്. പേരെന്താ? സെൽവന്റെ കല്യാണം. സെൽവന്റെ കല്യാണം. അതിലെ സെൽവൻ ഞാനാണ് സെൽവൻ. ഞാനാണ് സെൽവൻ. എന്റെ പൊന്നാ, നിങ്ങൾ സെൽവനാ, നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ. ക്യാരക്ടർ മാറ്റാൻ പോവാണ് ഞാൻ. ഓക്കെ, സിദ്ദിഖ, സണ്ണി വെയിൻ. ഇതിപ്പോ ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ കുറെ നേരമായിട്ട് വിനായകൻ വന്നു, പിന്നെ വിനയ് ഫോർട്ട് വന്നു, എന്നെ മാത്രം ആരും വിളിച്ചില്ല. ഇത് ഭയങ്കര 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 ഒരു പരിപാടിയായി പോയി. എടാ വിനയ്, നിനക്കെങ്കിലും പറയായിരുന്നു സണ്ണീനെ വിളിക്കാന്ന്. നീ പിന്നെ സണ്ണി ലിയോണിനെ അല്ല വിളിക്കുള്ളൂ, സണ്ണി വേലൊന്നും വിളിക്കില്ല. നമുക്കിവിടെ വേണ്ട ശബ്ദം എന്ന് പറയുന്നത് ഓൾറെഡി മൈക്ക് തന്നിട്ടുണ്ട്. 25,000 വോൾട്ടിൽ സംസാരിക്കാനുള്ള പെർമിഷൻ ആർക്കും തന്നിട്ടില്ല. എടാ ഞാൻ ഇപ്പൊ സംസാരിച്ചാൽ അതിന്റെ ഫ്രീക്വൻസി മുകളിൽ പോകുന്നോണ്ടാണ്. അല്ല ഇയാൾക്ക് എന്താ പറയാനുള്ള? ഞാൻ ആരാവിടെ? അല്ല മോഡിജി അല്ല, ഞാൻ ഒരു കാര്യം അല്ല വിനയ്, ഇവിടെ നമ്മളിരിക്കുന്ന സ്ഥലത്ത് ഈ രാഷ്ട്രീയക്കാർക്ക് എന്താ ഇവിടെ കാര്യം? സണ്ണി വേണു എന്തിനാ മോനെ ചിരിക്കണേ? നിങ്ങള് നിങ്ങളുടെ പാർട്ടിയിൽ എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ല, അത് തെറ്റായി പോയി മോഡിജി. എനിക്ക് വളരെ വിഷമമുണ്ട്. നിങ്ങളുടെ പാർട്ടിയില് ഇവിടെ തൃശ്ശൂർ എന്നെ നിർത്താന്നല്ല ആദ്യം കാലും കീഴൊന്നും മോദിജി വന്നപ്പോഴാണ് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിച്ചത്. വേറൊന്നുമല്ല, എല്ലാ ആളുകളും പറയുന്നു ഞാൻ എപ്പോഴും റിലീജിയസ് ആയിട്ട്. നീ അണ്ണാക്കടച്ച് പിടിച്ച് സംസാരിക്കണം എന്തിനാ? നിനക്ക് മൂക്കടച്ച് സംസാരിക്കാൻ എനിക്ക് തോന്നുന്ന കാര്യം കാരണം നമസ്കാരം സാർ, നമ്മൾ കുറച്ച് നാളായാലേ കണ്ടിട്ടില്ലേ? അതെ, നമ്മുടെ കോടീശ്വരൻ വരെ അല്ല 1 കോടിയിൽ വന്നിരുന്നു അല്ലേ? ഞാൻ വന്നിരുന്നു. നല്ല ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന ഒരാളാണല്ലേ? അതെ. ഇത്ര എന്തൊരു തലയെടുപ്പ് എന്താണ്? നമ്മളോട് സംസാരിക്കുന്നില്ലല്ലോ. നിങ്ങളോട് തന്നെ ഞാൻ പാർവതിയോട് സംസാരിച്ചാൽ പോരെ? അല്ല, പാർവതിയോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഗണേഷ് നമസ്കാരം. കാരണം കേരളത്തിൽ ആർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല. കാരണം വണ്ടി ഓടിച്ചാൽ കുഴിയിൽ വീഴുമോ അതോ എന്താവുമെന്ന് പേടിച്ചുകൊണ്ട് ആർക്കും വണ്ടി. കാരണം ക്ലച്ച് ചവിട്ടിയാൽ ഗിയർ മാറണമെന്ന് ആർക്കും ഒരു ബോധ്യമില്ല. കാരണം ഞാൻ ഇനി തൊട്ട് എല്ലാവർക്കും എല്ലാ ഇംഗ്ലീഷ് അക്ഷരങ്ങളും മാറ്റി ഇറു എന്ന അക്ഷരത്തിലൂടെ ഈ ഇറു എഴുതി വരച്ച് കാണിച്ചാൽ മാത്രമേ ആർക്കും ലൈസൻസ് കൊടുക്കൂ. എല്ലാവരും സഹായത്തിനും. अरे देखो, अस्सलाम वालेकुम गणेश जी, मैं हूँ सलमान खान. मैं हूँ सलमान खान. मैं आप सबको एक बात बोलना चाहता हूँ. ഞാൻ ഒന്നല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കാം അല്ലെങ്കിൽ മലയാളം സംസാരിക്കാം. എന്നിട്ട് തമിഴ് എനിക്ക് മനസ്സിലാവുന്നില്ല. எல்லாருக்கும் வணக்கம். நான் உங்களோட தனுஷை பேசிட்டு இருக்கேன். நல்லா இருக்கு. ஒரு சாங் நான் பாட போறேன். இந்த பொண்ணை பார்த்து அது Which song? ये गाना which गाना है? பாட விடுவோம். Why this Why this Kolaveri day? Why this Kolaveri day? Yeah, Modi ji. Please. Say it please. Why this Kolaveri? Ade. Distance la moon. Moon color bright. White background, night. Yeah, night color, black. Yeah. Why this Kolaveri? Yeah, come on, yeah, let's dance. Yeah, come on, yeah, what is it? Come on, yeah, come on.
ഒന്നും കാണാൻ പറ്റില്ല. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഞാൻ ബാലച്ചേട്ടനെ ചെയ്തിട്ട് ബാലച്ചേട്ടന്റെ വീട്ടിലൊക്കെ പോയായിരുന്നു. ബാലച്ചേട്ടൻ ആള് സോഷ്യൽ മീഡിയ ഒക്കെ നന്നായിട്ട് നോക്കുന്ന ഞാൻ വീട്ടിൽ ചെന്നപ്പോ അയ്യോ പറഞ്ഞു തന്നെ ബാലചേട്ടൻ ഞാൻ വീട്ടിൽ ചെന്നപ്പോ ബാലച്ചേട്ടൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നുണ്ട്. ബാലച്ചേട്ടന്റെ ട്രോളുകളൊക്കെ കണ്ടിട്ട് ബാലച്ചേട്ടൻ തന്നെ അത് ആസ്വദിക്കുന്നുണ്ട്. നമ്മൾ RDXന്റെ ഇത് ചെയ്ത സമയത്ത് ഞാൻ മായയുടെ പരിപാടിക്ക് ഞാൻ പോയി. അപ്പൊ എന്നെ കണ്ടപ്പോ ഏയ് നിന്നെ എനിക്കറിയാം. അപ്പൊ ഞാൻ മയ ഞെളിയല്ലോ, മിമിക്രിക്കാരൻ എന്നെ മാത്രം. അപ്പൊ ഞാനിങ്ങനെ അത് ജയറാമേണ്ട ഞാൻ അപ്പൊ ഇവിടെ വേടാ. അപ്പൊ ഞാൻ മറിച്ചിട്ടാ പറയാം നീ എന്നടാ RDX ചെയ്ത. അപ്പൊ ഞാൻ അതെ സിദ്ധിക്കൊണ്ടായിരുന്നു പറഞ്ഞത്. സൗബിൻ എപ്പോഴാ എന്നെ എടാന്ന് വിളിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞ തമാശക്ക് ഞാൻ എന്റെ ചെവിക്കൊക്കെ പിടിച്ചു പുള്ളി തമാശക്ക്. ഞാൻ പെട്ടെന്ന് മാറി നാളെ മുഖം മാറൂടാ പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് ഞാൻ മറ്റേ അയ്യോ അത് ഭയങ്കര അടിപൊളി പെർഫോമൻസ് ആയിരുന്നു RDX. നമ്മള് സ്പോട്ടിൽ അവിടെ വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്ത ഭയങ്കര രസമായിരുന്നു. ഈ ബാലച്ചേട്ടന്റെ അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഈ പറഞ്ഞ പോലത്തെ നമ്മുടെ നോട്ടേണ്ട ബാലച്ചേട്ടൻ സംസാരിക്കുമ്പോൾ ലോജിക് എന്നൊക്കെ പറയുന്നൊക്കെ വളരെ ലാജിക് ആയിട്ട് റാങ്ക് വളരെ എടേ പാർവതി നിന്റെ ഈ മൂക്ക് കുത്തി അങ്ങനെയൊക്കെ പറയുന്നത് ആ ഒരു ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ മൂപ്പരെ ഞാൻ ആദ്യം ട്വീറ്റ് ചെയ്തിട്ട് പുള്ളി വിളിച്ച് ഫോണിൽ വിളിക്കുമ്പോൾ ഞാൻ വെറൈറ്റി മീഡിയയുടെ ഒരു ഇന്റർവ്യൂവിൽ പുള്ളിനെ ചെയ്തിട്ട് പ്രാങ്ക് കോൾ ചെയ്തായിരുന്നു. ഇതൊരു കുട്ടീനെ വിളിച്ചിട്ട് ഹലോ സിദ്ദിഖ് റോസനാണോടാ. അപ്പൊ ഹലോ ആരാണ് മനസ്സിലായ നിനക്ക്? ബാലച്ചേട്ടനല്ലേ? നീ എനിക്ക് കുറച്ച് കാശ് തരണം. ഞാൻ കടം വാങ്ങിച്ചിട്ടില്ല. നീ എന്നെ വിറ്റ് കുറെ കാശ് ഉണ്ടാക്കുന്നില്ലടാ. കാശ് താ. നീ വളരെ നന്നായിട്ട് ചെയ്തു, നല്ല രസമുണ്ടായി, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ അതിന് പറയാ നീ വീട്ടിൽ വാ, നമുക്ക് മീൻ പൊരിച്ചതൊക്കെ കൂട്ടി ചോറൊക്കെ കളിക്കാം. എന്നെ വിളിച്ചു. വീട്ടിൽ പോയി ഭയങ്കര സ്നേഹമായിരുന്നു. പുള്ളി ഒരുപാട് ആളുകൾക്ക് ചാരിറ്റി ചെയ്യുന്ന വീട്ടില് ഒരുപാട് ആളുകൾക്ക് ചാരിറ്റി ചെയ്യുന്നു. മീൻ പൊരിച്ചതെടുത്ത് കളിക്കടാ. അവിടെ ചെന്നിട്ട് നേരിട്ട് എന്നെ കൊണ്ട് എന്നെ വിളിച്ചു ഫോണില്. പുള്ളി അത് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്നുണ്ട്. അജിനെ വിളിച്ചത് പുള്ളി സംസാരിക്കുന്നു, ഞാൻ സംസാരിക്കുന്നു. അങ്ങനെ ഒരു പ്രാങ്ക് പോലെ അജിനെ വിളിച്ച് പ്രാങ്ക് ചെയ്തു. ഭയങ്കര സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്, നല്ലൊരു പച്ച. അങ്ങനെ പുറത്തിറങ്ങുമ്പോ ഉള്ള റെസ്പോൺസ് എങ്ങനെ? ഇപ്പൊ ഇതിലൊക്കെ വന്നിങ്ങനെ ഭയങ്കര വൈറലായതിനു ശേഷം ഒരാള് പെട്ടെന്ന് ബാക്കിൽ കൂടെ ഒരു പയ്യനാണ് ലാലിന്റെ കരച്ചിൽ കണ്ടിരുന്നു. ബൈക്കിലാ പോകുന്നത്. അപ്പൊ എവിടെയെങ്കിലും ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മള് ഹെൽമെറ്റ് വരുമ്പോ പിണറായി സാറിന് അങ്ങനെ ആളല്ലേ അതിലൂടെ പെണു സാർ തിരുത്തി പറഞ്ഞവര് നമുക്ക് ഫസ്റ്റ് കിട്ടി പേപ്പറിലൊക്കെ ഫോട്ടോ പിടിച്ചു വാങ്ങിയെടുത്തു. അത് MG യൂണിവേഴ്സിറ്റിക്ക് നടന്നില്ല. കല്യാണം ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഉറപ്പിച്ച് കല്യാണം. ഇത് നമ്മുടെ ഇന്റർവ്യൂ ആണോ അതോ മറ്റേ മഹേഷ് അതുപോലെ തന്നെ കണ്ണടച്ചാണ് കല്യാണം സെറ്റിൽ ആയിട്ടില്ല. ഞാൻ 10 ഏക്കർ സ്ഥലമുണ്ട് ഇതിന്. പേര് സിദ്ദിഖ് സ്നേഹത്തോടെ അപ്പൊ ഞാൻ അന്ന് അങ്ങനെ പൊക്കോണ്ടിരുന്ന വ്യക്തിയാ. മിമിക്രിയാണ് പീക്ക് എന്ന് പറഞ്ഞ ടൈമിൽ ഞാൻ പോകുന്ന സമയത്ത് പ്രതീക്ഷ എന്റെ ഏറ്റവും ക്ലോസ് ആയിട്ട് നിന്ന കുറച്ച് ആൾക്കാർ എന്റെ മുഖത്ത് പോയി 3rd ക്ലാസ് മിമിക്രി ആർട്ടിസ്റ്റ് എന്ത് ആകാൻ പോകുന്നത്.